ഹായ് ഗായ്സ് അങ്ങനെ പറഞ്ഞു. ഹായ് ഗായ്സ്. ഹലോ ഗായ്സ്. ഹായ് ഗായ്സ്. സ്മൈൽ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഹലോ. അയ്യോ ഇത് കിച്ചന് മൊത്തം ലൈറ്റ് അടിക്കാത്ത ആതിരാസ വെക്കഞ്ഞി. കലബുർഗി റോഡ്, വിജയപുര, ബംഗളൂരു. He's acting like a drunkard now at this point. ഹലോ ഗൈസ്, പുതിയ മൈക്ക് വാങ്ങി എൻ്റെ അഹങ്കാരമാണ്. നാട്ടുകാർ വയ്ക്കാൻ ഞങ്ങൾക്ക് വട്ടാന്ന്. ഇതാണ് ഗോൽഗുംബാസ്. It's very huge. So we are on top of Golgumbas. Whisper room. Appo bye. Hello guys, welcome to our channel. നമ്മളെങ്ങനെ പോണേ? നമ്മൾ ഹംപിക്ക് പോവാണ്. അപ്പം ഫസ്റ്റ് നമ്മളെങ്ങനെ പോണേ? വിജയ്പൂരിലേക്കാണ് പോണത്. വിജയ്പൂര അല്ലേ? വിജയ്പൂര. അപ്പോൾ ഇവിടുന്ന് ഒരു 5 മണിക്കൂർ ടൈമാണുള്ളത്. സോ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ ലോങ് ട്രിപ്പ് പോകാൻ പോവാണ്. വിത്ത് വ്ളോഗ്, ലൈവ് വ്ളോഗ്. ലൈവ്. ഓക്കെ ബൈ. നമ്മള് ഏതോ ഒരു വെജ് റെസ്റ്റോറൻറ്റിന് മുന്നിൽ പൊഹ വയ്ക്കാൻ മുഖത്തെ കാണാത്ത അങ്ങനെ കഴിക്കാൻ. അത്യാവശ്യം നല്ല വൈബിൾ സ്ഥലമാണ് ഗൈസ്. നല്ല വൈബിൾ. എങ്ങനെയുണ്ട്? ഞാൻ മസാല ദോശയും പോഹ ഓർഡർ ചെയ്തു. എന്താ രാമേശ്വരം എന്നാണ് ഹോട്ടലിൻ്റെ പേര്. കുഴപ്പമൊന്നുമില്ല, വൈബ് നല്ല രസമുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. സോ നമുക്ക് തിരിച്ചിനി ഒരു 20 കിലോമീറ്റേഴ്സ് വന്നിട്ടുണ്ടാവുള്ളൂ. ഇനി പോകാണ്ട് 300 സംതിങ് കിലോമീറ്റേഴ്സ് വേണം. 300 കിലോമീറ്റർ ബാക്കിയുണ്ട്. നല്ലൊരു റെസ്റ്റോറൻറ്റ്, എല്ലാവർക്കും ഈ റൂട്ടിൽ പോകുന്ന ആൾക്കാർക്ക് നല്ലൊരു സ്ഥലമാണ്. പറയൂ. അപ്പം ഞങ്ങളങ്ങനെ ഇറങ്ങുകയാണ്. ഇപ്പോൾ പുതിയ മൈക്ക് വാങ്ങിയുണ്ട്, അതിൽ ചെക്കും കൂടി ചെയ്യാണ്. ഹലോ. അയ്യോ ഇത് കിച്ചന് മൊത്തം ലൈറ്റ് അടിക്കാത്ത വെറുതെ അല്ല. അപ്പോൾ ചലോ ബൈ. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഓടിക്കുന്നു, കാർ ഓടിക്കുന്നു.
50 മീതെ പോവാതെ നോക്കുക മാക്സിമം. എന്താ ഭംഗി സൈഡൊക്കെ. അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് ഒരു 25 കിലോമീറ്റർ ഓടിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മതിയായി, പേടിയായി. വ്യൂ ഗൈസ്, ഇതേതാ NH ഓർമ്മ ഉണ്ടോ? ഓക്കെ, ഞങ്ങളങ്ങനെ പിന്നെ ഇടയിൽ കുറച്ചൊന്ന് ഓറഞ്ച് കഴിക്കാൻ വേണ്ടി ബ്രേക്ക് എടുത്തു. ടീച്ചറെ പോയിക്കൊണ്ടിരിക്കണം. സോറി, കുറച്ച് തിരിച്ചു പോയിക്കൊണ്ടിരിക്കണം. നല്ല ചൂട് തുടങ്ങി. ഞങ്ങളിത് മഹാഭാരതം സ്റ്റോറീസ് കണ്ടു തുടങ്ങിയതായിരിക്കും. ഇത് രണ്ടാമത്തെ പ്രാവശ്യം കേൾക്കണം. ഒന്നുകൂടി കേൾക്കാം. അങ്ങനെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് എത്താറായി. റെസ്റ്റോറൻ്റ് ആണ്. ഇപ്പം നമ്മൾ ഊണ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 3/4 മണിക്കൂറുണ്ട്. 45 കിലോമീറ്റേഴ്സ് ആണ്. ഓക്കെ, എന്തായാലും 45 കിലോമീറ്റേഴ്സ് വിജയപുര എത്താൻ. പിന്നെ ഗോൽഗുംബാസ് എത്ര പറയുക, 2 മണിക്കൂർ വേണം ഫുള്ള് കറങ്ങണമെങ്കിൽ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ബാഗ് അവിടെ വെച്ചിട്ട് ഡയറക്റ്റ് കയറണുണ്ടാവുള്ളൂ. ഇത്രയല്ലേ പ്ലാനുള്ളൂ. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് കാണാം. എന്താ ഓർഡർ ചെയ്തത്? പനീർ പുലാവും, പിന്നെ ഞാൻ പൂരി ഭാജി ഓർഡർ ചെയ്തു. പിന്നെ എന്തോ സാധനം പനീറിൻ്റെ എന്തോ സ്റ്റാർട്ട് ഓർഡർ ചെയ്തു. അപ്പോൾ വിശപ്പ് സഹിക്കാൻ വയ്യാതെ പൂരിയും കറിയും വന്നപ്പോൾ അറ്റാക്ക് ചെയ്യണം. സോ അല്ല അങ്ങനെ ഫുഡ് വന്നു. അങ്ങനെയുണ്ട് ഫുഡ്. അങ്ങനെ ഈ ഹോട്ടലിൽ കയറി. നല്ല ഫുഡായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ കുറച്ച് രാത്രി ലിക്സിലും എടുത്തു. പോരുന്ന സമയത്ത് അയാൾ ചോദിക്കുക എന്താ വയറിന് വല്ല കുഴപ്പമുണ്ടോ? ആദ്യം അങ്ങനല്ല, വയറിന് വല്ല കുഴപ്പമുണ്ടോ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചോദിച്ചാൽ വല്ല ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. സോറി. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിർത്തി. അപ്പോൾ അയാൾ വന്നിട്ട് ഞങ്ങളോട് ഇങ്ങനെ ഫുഡ് വയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അവിടെ പേടി. അവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ ആൾക്കാർക്കൊക്കെ വയറിന് പ്രശ്നമുണ്ട്, ഞങ്ങൾ കിന്നി പറഞ്ഞുകളായിരുന്നു വിളിച്ചു. കുഴപ്പമൊന്നുമില്ലായിരുന്നു ഫുഡ്. അതാണ് ഫുഡ് പാർസൽ കണ്ടപ്പോൾ ചോദിച്ചത് എന്ത് പറ്റി വയറിന് കുഴപ്പമുണ്ടോ. അങ്ങനെ അയാളെ കൺസേൺ ആയിട്ട് ചോദിച്ച ചോദ്യം നമുക്ക് ആദ്യം കേട്ടപ്പോൾ നേരെ തിരിച്ചായിട്ട് തോന്നി. അങ്ങനെ എന്തായാലും ഞങ്ങൾ രാത്രി എക്സ്ട്രാ ഉണ്ടായിരുന്നു. പുലാവായാലും മറ്റേ പനീറിൻ്റെ സാധനമായാലും. അപ്പോൾ 4 ചപ്പാത്തി ഓർഡർ ചെയ്തു. അതും കൂടെ ഡിന്നർ കഴിക്കാം വെച്ചു. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇതിപ്പോൾ ഇത്തിരി മുന്നേ കോൾ വന്നു. മറ്റേ ബുക്കിങ്ങിൻ്റെ അവിടെ നിന്ന് വരില്ല വെച്ചിട്ട് 1 മണിക്കൂർ കൂടി എടുക്കും. അപ്പോൾ ബൈ. ഞങ്ങൾക്ക് മിറാഷൊക്കെ കാണാനുണ്ട്. അപ്പുറത്ത് കുറേ ലേക്കോ എന്തോ സാധനം ഉണ്ട്. എന്താ ഞാൻ മനസ്സിലായിട്ടില്ല. ഈ ഒരു കാണാണ്ട് പറയില്ല 46 മിനിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഹോട്ടൽ ഇവിടെ അടുത്ത് തന്നെയാണ്. ഇന്നത്തെ 1.9 kilometers. And guess what? I think that is a Golgumbas. What you can see behind. We're getting closer there. It's big. Yeah, it's pretty huge. It's very big. He's acting like a drunkard now at this point. Big. Chup. Wow. ഭംഗിയുണ്ടല്ലേ? അപ്പോൾ അതാണ് ഞങ്ങളുടെ ഹോട്ടൽ മധുവൻ.
അങ്ങനെ ഞങ്ങളിപ്പോൾ ഗോൽ ഗുംബാസ് കാണാൻ പോവാണ്. അപ്പോൾ 950 മീറ്റർ ഉള്ളൂ ഈ സ്ഥലത്തേക്ക്. അപ്പോൾ ഞങ്ങൾ നടന്നു പോകാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ സീ യു. ഹലോ ഗൈസ്, പുതിയ മൈക്ക് വാങ്ങിയ എൻ്റെ അഹങ്കാരമാണ്. ഹലോ ഹലോ, നമ്മൾ ഏത് ലോകത്ത് നിന്ന് വന്നവരാന്ന് വിചാരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ. നാട്ടുകാർ വയ്ക്കുക ഞങ്ങൾക്ക് വട്ടാന്ന്. അല്ല, ഇവിടെ വേറെ ആരും അങ്ങനെ ഇങ്ങനെ അറിയില്ല, ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. ഈ ഭാഗത്ത് എന്തെങ്കിലും അങ്ങനെ കാണില്ല, എല്ലാവരും നമ്മൾ തുറച്ച് നോക്കുകയാണ്. അവിടെ ഒരു മുത്തശ്ശി ഇരുന്നത് അങ്ങനെ വായ് വുമൻ വായ് എന്നുള്ള ഒരു ഇത് ലുക്ക് തന്നുകൊണ്ടിരിക്കുക എനിക്ക്. മുകളിലൊരു കുട്ടി അതേ വ്യൂ തന്നുകൊണ്ടിരിക്കുക എനിക്ക്. നാണക്കേടായി ഗൈസ്, നാണക്കേടായി. ശരി, കട്ടി തുടങ്ങി നിർത്താം. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്ക് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് 1 കിലോമീറ്ററാണ്, ഓട്ടോയ്ക്ക് 20 രൂപ ചോദിച്ചു പെർ ഹെഡ്. അപ്പോൾ ഞങ്ങൾ നടക്കാൻ പോകാമെന്ന്. കുറേ നേരമായി കാറിലിരുന്ന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സൈഡിൽ ഇങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ട്. മറ്റേ എന്താ ഭരണി, അങ്ങനത്തെ സെറാമിക് ഐറ്റംസിൻ്റെ സാധനങ്ങളൊക്കെ കുറേ കണ്ടു. തിരിച്ചു പോകുമ്പോൾ എടുക്കാം. വരും. നമ്മളിപ്പോൾ ഇവിടെ എത്തിയ ഇത് ഗോൽ കുംബാസ് അല്ലേ? അവിടെ ഒരു കുതിരക്കാരൻ വന്നിട്ട് നമ്മളോട് ചോദിച്ചു 600 റുപ്യ തന്നു കഴിഞ്ഞാൽ വേറെയും കുറേ സ്ഥലങ്ങളുണ്ട്, ഒക്കെ ഒന്നിച്ച് കാണിച്ചിട്ടാണ്. അത് ക്ലിയർ ആയില്ല, നമുക്ക് ഇത് സെപ്പറേറ്റ് കാണണോ അതോ ഒന്നിച്ച് കാണണം. അപ്പോൾ ആദ്യം ചോദിച്ചു അല്ല ഇവിടെ കണ്ടിട്ടാണോ അത് ഇതും കൂടി ചേർത്തിട്ടാണോ പറഞ്ഞതെന്ന് ക്ലിയർ ആയില്ല. അപ്പോൾ ഞങ്ങളിവിടെ ആദ്യം ടിക്കറ്റ് കൗണ്ടറിലെത്തി ടിക്കറ്റ് കണ്ടിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. അതാണ് കാണുന്ന സാധനമാണ് ഗോൽ ഗുംബാസ്. അപ്പോൾ ഇതിന് കുറച്ച് ഹിസ്റ്ററി ഉണ്ട്. എന്താ അദിൽ ഷാ ആളുടെ സ്വന്തം എന്താ ടോംബിന് എന്താ പറയുക മലയാളത്തിൽ എനിക്കറിയില്ല, കല്ലറയോ? സ്വന്തമായിട്ട് കല്ലറ പണിത് വെച്ചിട്ട് ആൾക്കും ആളുടെ ഫാമിലിക്കും കൂടിയിട്ട് ഒരു സ്ഥലം ഉണ്ടാക്കി. അതും ഈ ലൈക്ക് ഇപ്പോൾ ഇതുവരെ ഇന്ത്യയിലുള്ള ഏറ്റവും ബെസ്റ്റ് ആർക്കിടെക്ചർ ആവണം, അയാളുടെ ഇത് ഭയങ്കര മെമ്മറി ഉണ്ടാവണം ലോകത്ത് എല്ലാവർക്കും എന്നുള്ള അങ്ങനെ ഒരു ഇത് വെച്ചിട്ടാണ് അയാൾ ഇത് പണിതത്. ഇത് പണിയാൻ ഓൾമോസ്റ്റ് ഒരു 30 കൊല്ലം എടുത്തു. 30 കൊല്ലം എടുത്തിട്ടാണ് ഇത് പണിതിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ അകത്തൊരു സിംഗിൾ പില്ലറില്ല. ഈ ഫുൾ ഡോം അങ്ങനെ ഒരു ആർക്കിടെക്ചറിലാണ് നിൽക്കുന്നത്. പിന്നെ എന്താ പറയാനുള്ളത്, ഇതിൽ എക്കോ പോയിൻ്റ് ഉണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക ഭയങ്കര ഡെക്കോ. അത് കുറച്ച് ഡീറ്റെയിൽസ് അകത്ത് കയറി കഴിഞ്ഞാൽ കാണാം. ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ കയറാൻ പോകാം നമ്മൾ. ഒരു 20-25 രൂപ എന്നാണ് പറഞ്ഞത് ടിക്കറ്റിന്. ഇവിടെ ഒന്നിലെ കൗണ്ടറിൽ പോയിട്ട് പൈസ എടുത്ത് നമുക്ക് എന്താ പറയുക ടിക്കറ്റ് എടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ QR കോഡ് ഉണ്ട്, ഗൂഗിൾ പേയോ കാർഡോ വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് 20 രൂപയാണ് ഒരാൾക്ക്. ടിക്കറ്റ് എടുത്ത് ഡയറക്റ്റ് സാധനം കാണാം. ഇത് നോക്കിക്കോളൂ, സാധനം കാണിച്ചോളൂ. അത് ഇവിടെ കുറച്ച് നീങ്ങിക്കോളൂ. ഇവിടേക്ക് വരുന്ന ആൾക്കാർക്ക് മൈക്ക് ഇവിടെ അല്ല, അവിടെ അല്ല, മൈക്ക് തിരിച്ച് അവിടെ പുറത്ത് വാങ്ങി വയ്ക്കും. അപ്പോൾ ഞങ്ങൾ ക്ലോക്ക് റൂമിൽ സാധനങ്ങൾ വെച്ചു. ഇവിടെ അതാണ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കേണ്ടത് പടയോട്ടക്കാലത്ത് മറ്റേ പൊളിച്ചതാവും തോന്നുന്നുണ്ട്. പക്ഷെ ഉള്ളത് വെച്ച് നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തില്ല അതിൻ്റെ ഒരു ഇതുണ്ടാവും. അങ്ങനെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എടുത്തിരിക്കുന്ന സ്ഥലമാണത്. ഓ എല്ലാം ഉണ്ടല്ലേ. Let's go see that. That's why I said 2 hours is needed. കൈ മാറ്റൂ. അപ്പോൾ ഐ തിങ്ക് ദിസ് ഈസ് ദ എൻട്രൻസ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറാനുള്ള പ്ലാനിലാണ്. ഇതേ ഒരാൾ വരുന്നു. സുന്ദര
അപ്പോൾ ഗൈസ് ഈ കണ്ട സാധനം മ്യൂസിയമാണ്. ഇത് 5 മണിക്ക് അടയ്ക്കും. മിക്കവാറും കാണാൻ പറ്റും തോന്നുന്നില്ല അല്ലേ ബി? കുറേ സാധനങ്ങൾ മിസ്സായി. അത് ആക്ച്വലി നമുക്ക് രാവിലെ വേണമെങ്കിൽ വരാം. പിന്നെയും ഇത് 6 മണിക്ക് തുടക്കും വെളുപ്പം കാലത്ത്. അത് പറഞ്ഞു കേട്ടു 6 മണിക്ക് രാവിലെ നല്ല രസമാണ്. മറ്റേ വിസ്പറിങ് ചേമ്പർ ഉണ്ടല്ലോ, അത് കണ്ടിരിക്കാൻ നല്ല അടിപൊളി അത്രേ. ഓ ഓക്കെ. ഈ പിന്നിൽ കാണുന്ന സാധനമാണ് ഗോൾ ഗുംബാസ്. അതെന്താ മറ്റേ സൈഡിലത്തെ ആവും? എന്താ സാധനം അല്ലേ? ഏതാ ഗോൾ ഗുംബാസ്? ഇതാവല്ലേ, ഇതാണ് ഗോൾ ഗുംബാസ്. എന്താ ഭംഗി! അത് പറയാം, എന്ത് ഭംഗിയാ! It's very huge. ഓക്കെ, ഇതാണ് ഗോൾ ഗുംബാസ്. അതിനകത്തേക്ക് പോകാൻ പോകും. കാണുന്നതാണ് ഇവരുടെയൊക്കെ ടോംബ്. 4 ഭാഗത്തും സ്റ്റെയർസ് ഉണ്ട്. അവിടെ ഒരു സ്റ്റെയർ ഉണ്ട്, പിന്നെ അതേപോലെ ആ കോർണറിലുണ്ട്, ആ കോർണറിലുണ്ട്, പിന്നെ ഈ കോർണറിലുണ്ട്. അപ്പം ഇത് കൂടെ മുകളിലേക്ക് ഇത് അവിടെ കയറാൻ പറ്റും. അവിടെയൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതാണ് വേ ടു വിസ്പറിംഗ് ഗാലറി. നല്ല ഇരുട്ടാണ്. മുകളിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. ഭയങ്കര അധികം ഒരു സ്റ്റീപ്പ് സ്റ്റെപ്സ് ആണ്. കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഞങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. ഇതാണ് ടോപ്പ് എത്തി. ടോപ്പ് ഡോം. So we are on top of Gol Gumbaz. നല്ല രസം. കുഞ്ഞ് സ്റ്റെപ്പും കുറേ കയറാനുണ്ട്. Steep steps. അതെ, It's worth coming. ഒരു അടിപൊളി ട്രക്കായിരുന്നു. Whisper room. അപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു സ്ഥലം വന്നിരിക്കണേ. ഇത് വിസ്പറിംഗ് പോയിന്റ്, ഏറ്റവും മുകളിലത്തെ പോയിന്റ് ആണ്. പറയണതെല്ലാം കേൾക്കാനൊന്നും അറിയില്ല, ഭയങ്കര എക്കോ ഉണ്ട്. നമ്മൾ സാധാരണ നിലയ്ക്ക് ചെറിയ സംസാരത്തിന് തന്നെ ഫുള്ള് റിഫ്ലക്ഷൻ വരും. എത്ര തവണയ്ക്ക് 10 തവണ റിഫ്ലക്ഷൻ വരും. ഇതിപ്പോൾ ആകെ ബഹളമായതുകൊണ്ട് ഒന്നും കേൾക്കാനില്ല.
ഈ പറഞ്ഞൊന്നും കേൾക്കണമെന്ന് അറിയില്ല. ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 7 to 10 times അതിതാവുന്ന പറയുക, ശബ്ദം വരുമ്പോൾ. പിന്നെ സ്ലൈറ്റസ്റ്റ് വിസ്പർ, ഞാൻ പതുക്കെ വർത്താനം പറയാൻ 40 മീറ്റർ അപ്പുറത്ത് കേൾക്കുന്ന പറഞ്ഞത്. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ സ്ഥലം. നോക്കുകയാണെങ്കിൽ അടിയിലേക്ക് കുറച്ചധികം ഉണ്ട്, നല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. I think I have altophobia. I am not going up. Clap. Anu! I love you. I love you! എവിടുന്നൊക്കെ ശബ്ദം കേൾക്കണമെന്ന് മനസ്സിലാവണം കൂടിയില്ല, മൈക്ക് വെച്ച പോലെ. ഓ കിച്ചു, ചുമരുമ്പോ കൂക്കൂ. I don't know whether this can be heard on the phone, but this is so good. ഏതെങ്കിലും നമ്മുടെ മലയാള പാട്ട് പാടും. തിത്തിത്താര തിത്തിത്തൈ തിത്തൈ ഒരു പാടും. തിത്തൈ ഞാൻ അതിന് പറഞ്ഞു നോക്കട്ടെ. അഭി അപ്പുറത്തെ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്, അവിടുന്ന് കൂക്കിയാൽ കേൾക്കുമെന്ന് അറിയാൻ വേണ്ടിട്ട്. ഹായ് ഹായ് ഗായ്സ്, കേക്കാണ്ടോ? എന്താല്ലേ അവിടെ ഓപ്പോസിറ്റ് ക്ലിയറായി കേൾക്കണം. ഇഷ്ടായോ? എക്സിറ്റ് എവിടെ? ഇവിടെ പോകാൻ പറ്റും. ഇങ്ങനൊരു ശബ്ദം കേൾക്കാൻ പറ്റും. ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ കൂടെ പറഞ്ഞാൽ നല്ല വൃത്തിയിൽ കേൾക്കാം. ഇതിന്റെ ക്വാളിറ്റി നോക്കി പറഞ്ഞാൽ നിങ്ങൾ കേൾക്കണേ. ഇല്ല, ജസ്റ്റ് ഇങ്ങനെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. Welcome to Vijaypura. Today we are exploring one of India's most extraordinary architectural wonders, the iconic Gol Gumbaz. Built almost 400 years ago, the massive monument is a tomb of Muhammad Adil Shah, a king who wanted a structure so unforgettable that it would echo his name through history. The most mind-blowing part is that Gol Gumbaz has one of the largest domes in the world. There are no pillars holding it up, just pure 17th century engineering genius. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ്. നല്ല ഫോട്ടോ ഈ സമയത്ത് വന്ന നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടും. നല്ല അടിപൊളി ഫോട്ടോസാ. നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? See you guys. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഇറങ്ങാണ്. How do you feel? It's very nice. എൻ്റെ ഡബിൾ ചിന്നൊക്കെ നല്ല വൃത്തിയിൽ കാണുന്നുണ്ട്. നല്ല വേറൊരു കളറാണ് ഇതിനകത്ത് കാണുമ്പോൾ. എന്ത് രസമാണ് കാണാൻ. നാച്ചുറൽ ലൈറ്റിംഗ് ഇടാ. നാച്ചുറൽ ലൈറ്റിംഗ് ഇടാ. കുത്തനുള്ള ഡീപ്പ് സ്റ്റീപ്പാണ്. എൻ്റെ അമ്മ കാണുന്ന ഡീപ്പാണ്. അപ്പോൾ നല്ല ഹൈറ്റ്. എത്ര അടി ഉണ്ടാവും ഇറങ്ങണ കണ്ടോളൂ. കാണുമ്പോൾ തന്നെ പേടി. ഹലോ, കാണാനില്ലേ മാം? ഇതൊന്ന് പിടിക്കോ? Okay, come. You guys can see the amount of taking this video. This is not very easy, guys. And plus, ഭയങ്കര എന്താ പറയുക, ഒരാൾക്ക് നടക്കാനുള്ള ഇത്ര സ്പേസ് ആവക്കുള്ളൂ. അപ്പോൾ I know it's a bad angle, but can't help it.
നന്നായി നമ്മളവിടുന്ന് അതെ, ഇവിടെ ഹാപ്പൻസ് ഫോർ ഗുഡ് മാൻ. നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ നോക്കൂ, ഈ കണ്ട സാധനങ്ങളില്ലേ ഇവിടുന്ന് ഇതാ ഇത്രയും നമ്മൾ താഴ്ത്തായിരുന്നു, അവിടുന്ന് ഇത്രയും കയറി ഇത്രയും മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഈ ഇത് കാണുക, ഡോം വിസ്പറിംഗ് ചേംബർ. അപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. 2 തൊപ്പിയും ഫോണും ഇല്ലേ കയ്യിൽ? നല്ല ഫ്രെയിം ഒന്ന് കുറച്ച് മുന്നിലേക്ക്. ഈ സാധനം ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ച് മീറ്റർ മീതൊക്കെ കയറ്റിയിട്ടാണ് ഇവിടുത്തെ ആർക്കിടെക്ചർ. ഇതാണ് അന്ന് പറഞ്ഞ നേരത്തെ വീഡിയോയിലുണ്ടായിരുന്നത്. നേരെ താഴത്തല്ല ഇതിൻ്റെ ആർക്കിടെക്ചർ. പൊക്കോളൂ, നടക്കും. ഇതാണ് ആ കാണുന്ന സാധനം. ഇതാണ് അവർ 5-6 പേരുടെ ഇവിടെ ഇല്ല. ഇവിടെ ആ വിസ്പറിങ് സാധനമില്ല. എന്തായാലും ആർക്കിടെക്ചർ ഞങ്ങളങ്ങനെ ഗോൾഡ് ബസ് കണ്ട് ഇനിയിപ്പോൾ ഇറങ്ങാണ്. 5 വീടെടുത്തോളൂ. 5:20 ആകുമ്പോഴേക്കും അവിടെ എത്തിയില്ലെങ്കിൽ, അല്ല 5:30 ആകുമ്പോഴേക്കും അവിടെ എത്തിയില്ലെങ്കിൽ ഞങ്ങളുടെ മറ്റേ ക്ലോക്ക് റൂം അടയ്ക്കും. അപ്പോൾ അതിന് മുന്നേ വരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ ചെരുപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ചെരുപ്പ് വിട്ടുമായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞങ്ങൾ നിൽക്കുന്നു. അടിപൊളിയല്ലേ സ്ഥലം? അവിടെ നിറയെ മയിലുണ്ട് ഗൈസ്. കഴിഞ്ഞില്ലേ നമ്മുടെ? അപ്പോൾ എന്തായാലും 1 ഓഫ് എ കൈൻഡ് എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? അതുകൂടെ ഇതിനകത്തേക്ക് 1 പ്രോബ്ലം ഇസ് യു കാൺ ഗെറ്റ് എനിത്തിങ് ലൈക്ക് വെള്ളം അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. ബാഗുകൾ കൊണ്ടുവരാൻ പാടില്ല. ഐ മീൻ സ്മോൾ ഹാൻഡ് ബാഗ്സ് മേ ബി അലൗഡ്. പക്ഷെ ഞങ്ങൾ വെള്ളത്തിൻ്റെ കുപ്പിയൊക്കെ കയപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ്സ് നോട്ട് അലൗഡ്. പിന്നെ എന്താ, ഞങ്ങൾ മൈക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൈക്ക് അലൗഡ് അല്ല. അത് അവിടെ പുറത്ത് വെച്ചിട്ട് പോകുന്നു. അപ്പോൾ എന്താപ്പോ നാളെ 6 മണിക്ക് വരണോ ഇവിടെ? ഭയങ്കര ലഹളയായിരുന്നു, അതാ പ്രശ്നം. ശരിക്കും ഇവിടെ അതിനകത്ത് വിസ്പർ ചെയ്യുന്നത് അടക്കം 40 മീറ്റർ അടക്കം കേൾക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ എല്ലാവരും കൂകി ശബ്ദം. പിന്നെ പ്ലസ് മെയിനായിട്ട് അവരുടെ വിസലടി അയ്യോ സഹിക്കാൻ വയ്യ. അപ്പോൾ അത് ആർക്കിയോളജിക്കൽ മ്യൂസിയം, അത് കാണാൻ എന്തായാലും പറ്റിയില്ല. അത് 5 മണിയാകുമ്പോൾ ക്ലോസ് ആവും. അത് കാരണം എന്നാലും നമുക്ക് മറ്റത് കാണാൻ പറ്റി. കുറച്ച് സമയം കിട്ടി. മറ്റേ ഓട്ടോയിൽ പോകാൻ തീരെ സമയം കിട്ടില്ല. ഭയങ്കര ടൈറ്റ് അവിടെ ഷെഡ്യൂൾ. കുറച്ച് നേരത്തെ വരികയാണെങ്കിൽ നന്നായി. പിന്നെ എനിക്ക് ഗൂഗിളിൽ കണ്ടു രാവിലെ നേരത്തെ വന്നതിന് കുറേ കാണാണ്ടുന്നു. ലൈക്ക് മെയിൻലി വിസ്പറിങ് അവിടെ നിന്ന് ആൾക്കാർ വരില്ല. അത് വെളുപ്പങ്ങാണ്ട്. അപ്പോൾ 6 മണിക്ക് തുറക്കും. 6 മണിക്ക് വന്ന് പറ്റുകയാണെങ്കിൽ പോയി അതൊക്കെ പറഞ്ഞു. അന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. വേണമെങ്കിൽ നമുക്ക് കാണാം അല്ലേ? അങ്ങനെ എല്ലാം കഴിഞ്ഞ് നടക്കുകയാണ് ഗൈസ്. കിച്ചു ഹീറോ ടേൺ ഓടിക്കോളൂ. പാവം ഓടുന്നു. ഒന്നുമല്ല, ഞങ്ങളുടെ എന്താ പറയുക മൈക്കും സാധനങ്ങളൊക്കെ അവരെടുത്ത് വെച്ചു. അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോകും. ഓ മൈ ഗോഡ്, ദിസ് ഈസ് സോ പ്രിറ്റി. ഓക്കെ ചലോ, വൈൻഡിങ് അപ്പ് ദെൻ. ബൈ ഗോൾഡ് ഗുംബാസ്. ഇറ്റ് ഈസ് റിയലി നൈസ് സീയിങ്. ഇയാൾ വെറുതെ വിടുന്നില്ലല്ലോ ഞങ്ങളെ. അയാൾ പിന്നാലെ നടന്ന് എടുക്കൂ വരൂ. എത്ര 500 രൂപയ്ക്ക് 5-8 സ്ഥലം കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. അവിടെ പാവം അബി കുടുങ്ങി. മാൻ കുടുങ്ങി. The guy is stuck there. എങ്ങനെയുണ്ട് ചായ? നമ്മൾ ഗോൾഡ് ഗുംബാസിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഒരു ചായ കുടിക്കാൻ ഒരു cheers.
ആടാടുണ്ണി ആടാട് ചാഞ്ചക്കം ചാഞ്ചക്കം ആടാട് കിച്ചോ. അങ്ങനെ ഇത് ഞങ്ങളുടെ ഹോട്ടലിലെ രാത്രി സമയത്തെ ഒരു വൈബാണ്. കിച്ചു കിച്ചു നോക്കൂ, അവിടെ ഒരു പാർക്കുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം മറ്റേ സീസോല് കയറിയിരുന്നു. പിന്നെ എന്താ പറയുക, ഊഞ്ഞാൽ കുറച്ച് നേരം ആടി. നല്ല തണുപ്പുണ്ട്.